അതിവിദഗ്ധമായാണ് ശിവശർമ്മ ആമസോണിനെ കബളിപ്പിച്ചത്. ആമസോണിൽ നിന്ന് വില കൂടിയ മൊബൈൽ ഫോണുകൾ ഓർഡർ ചെയ്യും. വ്യാജ മേൽവിലാസത്തിലാണ് ഫോണുകൾ ബുക്ക് ചെയ്യുന്നത്. പാഴ്സലുമായി വരുന്ന ഡെലിവറി ബോയ് വിലാസം കണ്ടെത്താൻ കഴിയാതെ മടങ്ങും. ഈ സമയം പാഴ്സൽ സെന്ററിൽ വിളിച്ച് താൻ മറ്റൊരിടത്താണെന്നും ഫോൺ അവിടെ എത്തിക്കാനും ആവശ്യപ്പെടും. അങ്ങനെ ഫോൺ കയ്യിൽ കിട്ടുന്നതോടെ തട്ടിപ്പിന്റെ സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കും. വാങ്ങിയ ഫോൺ മറിച്ചു വിൽക്കും. എന്നിട്ട് തനിക്ക് ലഭിച്ചത് കാലിയായ കൂടു മാത്രമാണെന്നും കബളിപ്പിക്കപ്പെട്ടെന്നും കാട്ടി ആമസോണിന് പരാതി ഇമെയിലായി അയക്കും. ഇത് വിശ്വസിക്കുന്ന ആമസോൺ ഫോണിന്റെ പണം തിരികെ നൽകും. ഇതിനൊക്കെയായി വ്യാജ പേരുകളും വിലാസങ്ങളുമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് ശിവ് തട്ടിപ്പ് ആദ്യമായി പരീക്ഷിച്ചത്. 2 മൊബൈൽ ഫോണുകളാണ് അങ്ങനെ വാങ്ങിയത്. ഫോൺ ലഭിച്ചില്ലെന്ന് കാണിച്ച് വ്യാജ പരാതി നൽകുകയും ചെയ്തു. പണം തിരികെ ലഭിച്ചതോടെ ശിവശർമ്മ തട്ടിപ്പ് ഊർജിതമാക്കി. ഈ വർഷം ഏപ്രിൽ മെയ് മാസത്തിനിടെ 50 ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ ശിവ് കൈക്കലാക്കിയതെന്ന് പോലീസ് പറയുന്നു. ആമസോൺ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. വില കൂടിയ ആപ്പിൾ, സാംസങ് ഫോണുകളാണ് ഇയാൾ പതിവായി വാങ്ങിയിരുന്നത്. ഓൺലൈൻ സൈറ്റായ OLX-ലും ഡൽഹിയിലെ ഗൾഫ് മാർക്കറ്റിലുമാണ് ഇയാൾ ഫോണുകൾ മറിച്ചുവിറ്റിരുന്നത്. ഏതാണ്ട് 166 ഓർഡറുകളിലൂടെ നിരവധി ഫോണുകൾ ഇയാൾ ആമസോണിനെ കബളിപ്പിച്ചു വാങ്ങി. ഓർഡർ ചെയ്യാനും ഫോൺ വിതരണം ചെയ്യാൻ വരുന്നയാളെ വിളിക്കാനുമായി നിരവധി വ്യാജ സിമ്മുകളാണ് ശിവ് ഉപയോഗിച്ചിരുന്നത്. ഇയാൾക്ക് 141-ലധികം സിമ്മുകൾ നൽകിയ സച്ചിൻ ജെയിൻ എന്ന മൊബൈൽ കടയുടമയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 19 മൊബൈൽ ഫോണുകളും 12 ലക്ഷം രൂപയും 40 ബാങ്ക് പാസ്ബുക്കുകളും ചെക്കുകളും ശിവന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന തുക കൂടാതെ 10 ലക്ഷം രൂപ മറ്റൊരാളുടെ പക്കൽ സൂക്ഷിക്കാനും ഇയാൾ ഏൽപ്പിച്ചിട്ടുണ്ട്. വടക്കൻ ഡൽഹിയിലെ ത്രിനഗർ സ്വദേശിയായ ശിവ് ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദധാരിയാണ്.